നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു സമയമാണ്. ഇന്നലെ രാത്രി എല്ലാ സാഹചര്യങ്ങളും നേരിടുന്നതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു. ഭാഗ്യവശാൽ ഇന്നലെ രാത്രി വലിയ തോതിൽ മഴ പെയ്തില്ല. ഇന്ന് പകലും വലിയ തോതിൽ മഴയുണ്ടായിരുന്നില്ല, വൈകുന്നേരം വരെ. പക്ഷെ ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പ്രകാരം ഇന്നു രാത്രി അതിതീവ്ര മഴ, മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ നമുക്ക് പത്തനംതിട്ടയ്ക്കായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളിൽ കൂടി ജനങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജില്ലാ ഭരണകൂടം റാന്നിയിലെ MLA ഉണ്ട്, ആറന്മുള MLA ഉണ്ട്, കോന്നിയിലെ MLA ഉണ്ട്, തിരുവല്ല MLA ഉണ്ട്, അടൂർ MLA ഉണ്ട്. ഇവരെല്ലാവരും, അതുപോലെ തഹസീൽദാർമാർ, റവന്യൂ സംവിധാനങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും ഒരു ടീമായി ഈ ദിവസങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിൽ ഈ നിമിഷം വരെ പത്തനംതിട്ട ജില്ലയിൽ 3568 പേർ വിവിധ ക്യാമ്പുകളിലായി ഇപ്പോൾ ഉണ്ട്. 1076 കുടുംബങ്ങളാണത്. 95 ടോട്ടൽ ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അപ്പോൾ 95 ക്യാമ്പുകളിലായിട്ടാണ് 3568 പേർ ഇപ്പോൾ ഉള്ളത്. ഇനിയും തീരത്ത് താമസിക്കുന്നവരോ താഴ്ന്ന പ്രദേശങ്ങളിൽ നദീ നിരപ്പ് വീണ്ടും ഉയർന്നാൽ വെള്ളം എത്താൻ സാധ്യതയുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ ജനങ്ങൾ സ്വയവും തയ്യാറാകണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നൊരു രാത്രി കൂടി ഗവൺമെന്റുമായും ജില്ലാ ഭരണകൂടവുമായും സഹകരിക്കണം എന്ന് വിനീതമായിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാവിലെ മുതൽ നമ്മുടെ പഴവളം മധു MLA പറഞ്ഞിരുന്നു, മറ്റ് MLA മാർ. ഞാനിന്ന് തന്നെ ഒരു ഉന്നതതല യോഗം ആറന്മുളയുമായി ബന്ധപ്പെട്ട് രാവിലെ കോഴഞ്ചേരിയിൽ വിളിച്ചു ചേർത്തു. അതിനുശേഷം തിരുവല്ല താലൂക്കിൽ ഒരു ഉന്നതതല യോഗം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കളക്ടറുടെയും അവിടുത്തെ MLA ശ്രീ വർഗീസ് മാമന്റെയും സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തു. അതിനുശേഷം മല്ലപ്പള്ളിയിൽ ഒരു ഉന്നതതല യോഗം റാന്നിയിലെയും തിരുവല്ലയിലെയും വില്ലേജുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തു. അതിനുശേഷം കോന്നിയിൽ ഒരു ഉന്നതതല യോഗം അവിടുത്തെ MLA ശ്രീ ജനീഷ് കുമാർ, ജനപ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കോന്നിയിലും ചേർന്നതിന് ശേഷമാണ് വീണ്ടും റാന്നിയിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏകോപനങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൂടിയാലോചനകളും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. സംവിധാനങ്ങളെ അലർട്ടാക്കി നിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരിക്കൽ കൂടി സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ക്യാമ്പുകളിൽ സഹായം നൽകാൻ ഒരുപാട് സന്നദ്ധ സംഘടനകൾ തയ്യാറായി വരുന്നുണ്ട്. വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ താല്പര്യമുള്ള സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ വരുന്നുണ്ട്. അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ ഗവൺമെന്റിന് വേണ്ടിയിട്ട്, ജില്ലാ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ആരോപണം മുൻ ജില്ലാ സെക്രട്ടറി മുൻ MLA രാജുബ്രാം ഉന്നയിച്ചത് ഡാം മാനേജ്മെന്റ് പാലിച്ചു ഈ സർക്കാർ സ്പോൺസേഡ് ഒരു വെള്ളപ്പൊക്കമാണ്, പ്രത്യേകിച്ച് അത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്കാകെ ഇവിടെ മൂഴിയാർ ഡാമിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, മൂഴിയാർ ഡാമിനെ സംബന്ധിച്ച് ഒരു ഓറഞ്ച് ബുക്ക് 2022 LDF ഗവൺമെന്റിന്റെ കാലത്താണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഓറഞ്ച് ബുക്കിലെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സമയത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് 2022 ഓറഞ്ച് ബുക്കാണ്. ആ ഓറഞ്ച് ബുക്കിൽ 6 ഡാമുകളെ സംബന്ധിച്ച്
രാത്രികാലങ്ങളിൽ ഷട്ടറുകൾ പ്രവർത്തിപ്പിച്ച് പെട്ടെന്ന് ജലം ഒഴുക്കി വിടേണ്ടി വന്നേക്കാവുന്ന ചെറിയ അണക്കെട്ടുകൾ കക്കയം, പെരിങ്ങൽകുത്ത്, ഷോളയാർ, കല്ലാർ, ഇരട്ടയാർ, ലോവർ പെരിയാർ, കല്ലാർകുട്ടി, മൂഴിയാർ, മണിയാർ, അരുവിക്കര ഇത്തരം അണക്കെട്ടുകളിൽ നിന്നും രാത്രി ജലം തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടോ എന്നത് പരിശോധിച്ച് KCB ജില്ലാ കളക്ടറെ അറിയിച്ച് കളക്ടറുടെ അനുവാദത്തോടുകൂടി തുറന്നുവിടുക. ഇത് 31-ാം തീയതി രാത്രി KCB കളക്ടർക്ക് അറിയിപ്പ് കൊടുക്കുകയും 190 മീറ്റർ ആവുന്നു അലർട്ട് ലെവൽ. കാരണം ഇത് ചെറിയ ഡാമാണ്. അസാധാരണമായി മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിറയും. ഡാം വലിയ കാഷ്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് ചെയ്യണമെന്ന ഒരു അറിയിപ്പ് അത് ഈ 22-ലെ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ളതാണ്. അറിയിക്കുകയും കളക്ടർ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുവാദം നൽകുകയും 9:49-ന് PRD വഴി പത്രക്കുറിപ്പായി ഇത് തുറക്കുന്ന വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സമാനമായ രൂപത്തിൽ എൻ്റെ കയ്യിലുള്ളത് 24-ല്, 25-ല്, 26 തുടക്കകാലത്ത് ഒക്കെ തന്നെ ഈ തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മൂഴിയാർ ഡാം മുമ്പ് രാത്രിയിൽ തുറന്നതിൻ്റെ ആ കാലത്തെ ഉത്തരവുകളും എൻ്റെ കയ്യിലുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കമ്പാരിസൺ ഉള്ളത് ഇന്നത്തെ റെയിൻഫാൾ വടശ്ശേരിക്കരയിൽ 82 ആണ്, ചെറുകുളഞ്ഞിയിൽ 76 ആണ്, ആങ്ങാമൂഴിയിൽ 70 ആണ്, അവണിപ്പാറയാണോ അവിടെ 40 ആണ്, ചെമ്പാലയിൽ 40 ആണ്. അന്നത്തെ ദിവസം 31-ാം തീയതി രാത്രിയിൽ വടശ്ശേരിക്കരയിൽ ഇന്ന് 82 ആണെങ്കിൽ 340 mm, അത്തിക്കയത്ത് 338 mm, ആങ്ങാമൂഴിയിൽ 328 mm, ചെറുകുളഞ്ഞിയിൽ 304 mm, വടശ്ശേരിക്കര IDRBയിൽ 264 mm, ലാഹയിൽ 248 mm. അപ്പം ഈ സാഹചര്യം ഉണ്ടായി. അത് നേരത്തെ പറഞ്ഞ അവർ EB അറിയിക്കാനിടയായ സാഹചര്യമായിട്ട് ചേർത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് കോന്നിയിൽ 6.5 ഉള്ളൂ, അന്ന് 51 ഇതാണുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു ആക്ഷേപം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സങ്കടം തോന്നിയൊരു കാര്യം കൂടിയാണ്. അതിന് ഞാൻ പറയാം. കോൺഗ്രസ്സുകാരെ, ഞാൻ ഇവിടെ വന്ന് കോൺഗ്രസ്സുകാരെ വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് എടുത്തു, എന്നിട്ട് ഇവിടുന്ന് പോയി എന്നാണ്. ഞാൻ ഇവിടുന്ന് പോയത് എന്നെ ഇവിടെ നിൽക്കുമ്പോഴാണ് ആറന്മുള MLA അബിൻ വർക്കി അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു, റാന്നിയിൽ നിന്ന് വരുന്ന വെള്ളം താഴേക്ക് വരുമ്പോൾ താഴെ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടുന്ന് നിങ്ങളെല്ലാം കണ്ടതിന് ശേഷം താഴെ അവിടെ കണ്ടു. അവിടെ പഴകുളം മധു ഉണ്ടായിരുന്നു, മുൻ MLA പ്രമോദ് നാരായണനും ഉണ്ടായിരുന്നു. എൻ്റെ അപ്പുറത്ത് നിന്നത് പ്രമോദ് നാരായണനും ഇപ്പുറത്ത് നിന്നത് പഴകുളം മധുവാണ്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ ഞങ്ങളൊരു റിവ്യൂ മീറ്റിംഗ്, കറണ്ടില്ലായിരുന്നു അവിടെ താലൂക്ക് ഓഫീസിൽ, MLAയുടെ സാന്നിധ്യത്തിൽ MLA അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്ത് ശ്രീ പഴകുളം മധുവിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു. ഇദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാരെ വിളിച്ചുകൂട്ടി ഞാൻ മീറ്റിംഗ് നടത്തിയെന്നാണ്. ഇവിടെ ഇരിക്കുന്നത് ഒന്ന്, പിന്നെ കളക്ടർ എൻ്റെ ഇപ്പുറത്തിരിപ്പുണ്ട്. കളക്ടർ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഒന്നുമല്ല. ഇപ്പുറത്ത് SP ഇരിപ്പുണ്ട്. ഇപ്പുറത്തിരിക്കുന്നത് DFO ആണ്. പിന്നെ ഇരിക്കുന്നത് പിന്നെ LSDDയുടെ JD ആണ്. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് പിന്നെ ഡെപ്യൂട്ടി തഹസിൽദാർമാരാണ്, ADM ആണ്, RDO ആണ്, റവന്യൂവിലെ മറ്റുദ്യോഗസ്ഥരാണ്. ഇത് നിങ്ങൾക്ക് ഇതിൽ ആകെ റിങ്കു ചെറിയാൻ മൂലക്കിരിപ്പുണ്ട്. ഇപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കുറച്ച് പേര്, എല്ലാവരും ഇല്ല, കുറച്ചെടുപ്പുണ്ടായിരുന്നു. ബാക്കി ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ റാന്നി അസംബ്ലി മണ്ഡലത്തിലെ ഇത് തുടങ്ങിയ നിമിഷം മുതൽ ഈ റെസ്ക്യൂവിലും റീഹാബിലിറ്റേഷനിലും വർക്ക് ചെയ്യുന്ന DFO, DMO, SP, കളക്ടർ, ADM, RDO, തഹസീൽദാർ, വില്ലേജ് ഓഫീസർമാർ, ഡെപ്യൂട്ടി തഹസീൽദാർമാർ, ഇവരാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് ആ ചിത്രം, ഞാൻ നടത്തിയ മീറ്റിംഗിന്റെ ചിത്രം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ അധിക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ്? ഞാൻ അത്ര ഔഷധ ഗുണമുള്ള ആളല്ലല്ലോ. എന്നെ ഇങ്ങനെ ആക്രമിച്ചിട്ട് അത്ര വലിയൊരു ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളൊന്നും അല്ലല്ലോ ഞാൻ. എനിക്ക് പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുണ്ട്. ഇവിടെ വെള്ളം കയറിയെന്നുള്ള വിവരം കിട്ടിയ സമയത്ത് തിരുവനന്തപുരത്ത് എല്ലാ പരിപാടിയും റദ്ദ് ചെയ്ത് വന്ന് ആ സമയം മുതൽ ഈ സമയം വരെ ഈ എല്ലാ സ്ഥലത്തും പോയി റിലീഫ് ക്യാമ്പിലും സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി വെള്ളം കയറുന്ന സ്ഥലത്ത് പോയി ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ച് നിൽക്കുന്ന ഒരാളാണ്.
അപ്പം എന്നെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിൽ നിന്ന് എന്തിനാണ് വലിയ വലിയ ആളുകൾ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ പറഞ്ഞ് അവരുടെ വിശ്വാസ്യത കളയുന്നത്? ഇതല്ലേ മീറ്റിംഗ്? ഈ മീറ്റിംഗ് ഞാനിവിടെ കോൺഗ്രസിന്റെ മീറ്റിംഗ് വിളിച്ചിട്ട് ഇവിടുന്ന് പൊക്കളഞ്ഞു എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരം ഘട്ടങ്ങളിൽ പറയാനേ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഞാനൊന്നും ഈ സമയത്ത് വിമർശനങ്ങളും ഉന്നയിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എന്നോടൊപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആളുകൾ പറഞ്ഞു 10 ലക്ഷം രൂപ വ്യാപാരികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. വ്യാപാരികൾ ചോദിക്കുകയാണ് അത് ആരാണ് കൊടുത്തത്, എന്നാണ് കൊടുത്തത്, ആർക്കാണ് കൊടുത്തതെന്ന്. ഇവിടുത്തെ ഒരു വ്യാപാരിക്കും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 2 ലക്ഷം രൂപ സബ്സിഡിയും കൊടുത്തു എന്ന് പറഞ്ഞു. ഇവിടെ റാന്നിയിലൊരു വ്യാപാരിക്കും കിട്ടിയിട്ടില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഇത്തരം കാര്യം ഇന്ന് ഈ ഒരു രാത്രി കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ രാത്രിയാണ്. കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റുകാർ വൈകുന്നേരം തന്ന അറിയിപ്പും മാലക്കരയിൽ ഒരു സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഒരു ഒരു മാപിനിയുണ്ട്, മാലക്കരയിലാണുള്ളത്. ആ മാപിനിയിൽ പമ്പയിലെ ജലനിരപ്പ് അതിതീവ്ര വെള്ളപ്പൊക്കമാണ് കാണിച്ചിരിക്കുന്നത്. അതിതീവ്ര വെള്ളപ്പൊക്കം കാണിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അവിടെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മാലക്കരയിലെ മാപിനി കാണും. അപ്പം ഈ സാഹചര്യത്തെ നമുക്കെല്ലാവർക്കും രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരിടേണ്ടതിന് പകരം ഈ ഘട്ടത്തിൽ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത് പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് ഇത്രയും സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും 15 രൂപ വെച്ചാണ് പ്രാപ്തരായിട്ടുള്ള ആളുകൾ കാത്തിരിക്കുന്നത് നൽകി. പക്ഷേ ഇതുവരെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് അഫക്റ്റഡായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ അടിയന്തരമായി ധനസഹായം നൽകുക, അതിനുള്ള ഫണ്ട് ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ ഇരയായവർക്കുള്ള മതിയായ നഷ്ടപരിഹാരം നൽകും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് രാവിലെ ഇവിടുത്തെ MLA ശ്രീ പഴകുളം മധു ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇവരിനി വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. ചെളി കയറി അടിഞ്ഞിരിക്കുകയാണ് പല വീടുകളും. അപ്പം നമ്മൾ ഒരു വാർഡിലേക്ക് 25,000 രൂപ വെച്ച് ആ വാർഡിൽ ചെളി കയറിയ വീടുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടം അനുവദിച്ചിട്ടുണ്ട്. അപ്പം അത് സംശയം ഉണ്ടായിരുന്നു, മുമ്പ് വെള്ളപ്പൊക്ക ദുരിതത്തിന് വേണ്ടിയിട്ട് നേരിടാൻ വേണ്ടി മഴക്കാലപൂർവ്വ ആയിട്ട് അനുവദിച്ച തുകയാണോ ഇതെന്ന്? അല്ല, അത് ചെലവഴിച്ചിട്ടുള്ള പഞ്ചായത്തുകൾക്കും ഈ 25,000 രൂപ പഞ്ചായത്തിലേക്കല്ല ഒരു വാർഡിലേക്ക് 25,000 രൂപ വെച്ച് അഡീഷണലായിട്ട് ക്ലീനിങ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് കിട്ടും. പഞ്ചായത്തിനല്ലാതെ 1 ലക്ഷം രൂപ ഈ റിലീഫ് ക്യാമ്പും അനുബന്ധ സാഹചര്യങ്ങളും ഒക്കെ അല്ല, അവർക്കും ചില റിലീഫ് ക്യാമ്പിൽ ചിലപ്പോൾ അർജന്റായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരു ക്യാമ്പ് പെട്ടെന്ന് തുടങ്ങുകയാണ്, ജില്ലാ ഭരണകൂടം റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഒക്കെ എത്തുന്നതിന് മുമ്പ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പോയി ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കണം. ആ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ ആദ്യം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു വാർഡിന് 25,000 രൂപ വെച്ച് ഇപ്പോൾ ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. വെള്ളപ്പൊക്കത്തിനിരയായവർക്കുള്ള നഷ്ടപരിഹാരം ഉണ്ടാകുമെന്ന് CM പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് ചേരുമ്പോൾ അതിന്റെ തുക എത്രയാണെന്നുള്ളത് പറയും. അത് അടിയന്തരം ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ 5-ാം തീയതിയാണ്, ഒരുപാട് മുമ്പൊന്നുമില്ല, നാളെ 3 4 5-ാം തീയതി അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനവും ഉണ്ടാകും. ഒരു ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ്, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടൊരു കാര്യം പറയല്ല. അദ്ദേഹം ഈ സംഭവം ഉണ്ടായ ആ മൊമെന്റ് മുതൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ജില്ലയിൽ വരികയും ഒക്കെ ചെയ്ത് ജില്ലയിലെ റാന്നിയിൽ വന്ന് അദ്ദേഹം സത്യത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞില്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് വിലയിരുത്തണം. അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറയുമായിരുന്നു എനിക്ക് എന്റെ സ്ഥിതി അറിയണം എന്ന് പറഞ്ഞ്. അദ്ദേഹം തന്നെ എല്ലാവരും എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ മുൻ MLA കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ബാങ്കിലേക്ക് കയറാൻ ശ്രമിച്ചു. ആ ബാങ്ക് അല്ല, തലസ്ഥാനയുടെ റൂമിൽ ഇരിക്കാന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് എല്ലാം വിലയിരുത്തി ആ മീറ്റിംഗ് കൊണ്ട് വലിയ ഗുണമുണ്ടായി. കാരണം ആ മീറ്റിംഗിലാണ് നമ്മുടെ യഥാർത്ഥ വസ്തുതകളൊക്കെ ഫിഗറൊക്കെ നമുക്ക് കിട്ടിയത്. അത് വെച്ചാണ് പല നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ വെച്ച് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് ആ മീറ്റിങ്ങിനെ ഒരു പാർട്ടി മീറ്റിംഗായി ആക്ഷേപിക്കുന്ന ഒത്തിരി ശരിയല്ല. ആ നിമിഷം മുതൽ മന്ത്രി ഇവിടെ തന്നെ നിൽക്കുന്നു. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി റാന്നിക്കുണ്ട്. അദ്ദേഹം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ഞാൻ തന്നെ അദ്ദേഹത്തെ എത്ര തവണയാണ് വിളിക്കുന്നത്, ഒരു മുഷുവും ഇല്ലാതെ അദ്ദേഹം എടുക്കുന്നു. ഇന്ന് തന്നെ റാന്നിക്ക് വേണ്ടി ഒരു ഓൺലൈൻ മീറ്റിംഗ് അദ്ദേഹം പങ്കെടുത്തു. ഇന്നൊരു ഓൺലൈൻ മീറ്റിംഗ് റാന്നിക്ക് വേണ്ടി മാത്രമായിട്ട് വിളിച്ചു. അതുകൂടാതെ എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരുമായിട്ട് ഞാനും കളക്ടറും കൂടെ വേറൊരു ഓൺലൈൻ മീറ്റിംഗ് എടുത്തു. എല്ലാ തഹസീൽദാർമാരുമായിട്ട് 2:30 മണിക്ക് ഞങ്ങൾ കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട് TVയിൽ ഇരുന്നുകൊണ്ട് 3 ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് എടുത്തു. കാരണം ഇവരെ എല്ലാവരും വിളിച്ചു വരുത്തി മീറ്റിംഗ് എടുത്താനുള്ള പ്രശ്നം, ഇവർ ഫീൽഡിൽ നിൽക്കുക.
മന്ത്രിക്ക് മീറ്റിംഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ജില്ലാ ഓഫീസർമാരെ എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചാൽ ഇവർ ഈ റിലീഫ് ക്യാമ്പും കളഞ്ഞിട്ട് ഇവർ വരും. അതുകൊണ്ട് അവരോട് അതാത് സ്ഥലങ്ങളിൽ ഇരുന്ന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ പറയണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റാന്നിക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു ഓൺലൈൻ മീറ്റിംഗും, ജില്ലയിലെ മൊത്തം പഞ്ചായത്ത് സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗും, ജില്ലയിലെ മൊത്തം വില്ലേജ് ഓഫീസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ്, അതിനകത്ത് എല്ലാ താലൂക്ക് ഓഫീസർമാരെ തഹസീൽദാർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഇത്രയും മീറ്റിംഗുകൾ ഈ ജില്ലയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അല്ല, ഓറഞ്ച് ബുക്കാണ് അത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പുറപ്പെടുവിക്കുന്ന ഒരു ഓറഞ്ച് ബുക്കാണ്. സർക്കാരുകൾ മാറിയാലും ഓറഞ്ച് ബുക്ക്, അതായത് റൂൾ കർവുള്ള ഡാമുകൾക്ക് ഒരു മാനദണ്ഡവും, റൂൾ കർവ് ഇല്ലാത്ത ഡാമാണ് മൂഴിയാറ്. അത് റൂൾ കർവ് ഇല്ലാത്ത ഡാമുകൾക്ക് മറ്റൊരു SOPയുമാണ്. ആ ഓറഞ്ച് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അമെൻഡ് ചെയ്ത് 22-ലെയാണ്. അത് ഫോളോ ചെയ്യുന്നത്. രാത്രിയാകുമ്പോഴുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണിത്. ഇവർ രാത്രിയിലേ അറിയിക്കുള്ളൂ. കാരണം ഇവർക്കും എന്താണ് 190-നടുത്ത് എത്താറാകുന്നു എന്ന് അറിയുമ്പോൾ മാത്രമാണ് ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ അവർ 190-നടുത്ത് എത്താറാകുമ്പോഴാണ് കളക്ടർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് രാത്രി ആയാലും ഇത് രാവിലത്തേക്കാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് മറ്റേതാണെങ്കിൽ റൂൾ കർവ് ഉള്ളതാണെങ്കിലും ഈ സ്റ്റേബിലിറ്റി നോക്കി പറയുന്നതാണെങ്കിൽ യെല്ലോ, ഓറഞ്ച്, റെഡ് കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. ഇതൊരു കൊച്ചു ഡാമാണ്. പെട്ടെന്നൊരു മഴ, ഒരു അപ്രതീക്ഷിത മഴ രാത്രിയിൽ അധികമായി സംഭവിച്ചാൽ പെട്ടെന്ന് ഇത് നിറയും. അന്നേരം വേഗം ഇത് ആക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റി ഇതല്ല. ഇപ്പം നമുക്ക് മനുഷ്യജീവനൊന്നും ഒരു അപകടവും ഇല്ലാതെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റി. ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ ഡാമുകൾക്ക് വേണ്ടിയിട്ട് 2022 ഓറഞ്ച് ബുക്കിൽ തന്നെ, ഈ ഡാം മാത്രമല്ല, ഈ പറഞ്ഞ നേരത്തെ ഞാൻ വായിച്ച പെരിങ്ങൽകുത്ത് പോലെയുള്ള 7-8 ഡാമുകൾക്ക്, റൂൾ കർവ് ബാധകമല്ലാത്ത ഡാമുകൾക്ക് ഇങ്ങനെ ഒരു അനുവാദം കൊടുത്തിരിക്കുന്നത്. സംബന്ധിച്ചിടത്തോളം റാന്നി കണ്ടത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു വൻ ദുരന്തമായിരുന്നു 2018 വെള്ളപ്പൊക്കം. കടകളിലെ മൂടി അതിൽ നിന്നും ജനങ്ങൾ മോചിതരാകുന്നതിന് മുമ്പ് തന്നെ 2026 കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും റാന്നി മുങ്ങിപ്പോയി. അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്കും ജനങ്ങളെല്ലാം വളരെ ഭയത്തിലാണ് സാർ. അപ്പോൾ നമുക്കിതിനൊരു ശാശ്വതമായ പരിഹാരം എന്ത് ചെയ്യാൻ സാധിക്കും? ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചയിലുള്ളതാണ്. 18-ലെ പ്രളയത്തിന് ശേഷം അടിഞ്ഞുകൂടിയ എക്കല്, ചെളി, മണ്ണ്, തടി എല്ലാമായിട്ട് നദിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് പെയ്യുന്ന അത്രയും മഴ ഇപ്പോൾ പെയ്യണ്ട, നദി കരകവിഞ്ഞൊഴുകാൻ. അപ്പോൾ അത് ഒരു പോളിസി ഡിസിഷനാണ്. ഗവൺമെന്റ് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കണം. ഒരു തീരുമാനം എടുത്തത് നീക്കം ചെയ്യാൻ, അതിനകത്ത് പാരിസ്ഥിതികമായ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ അനുവാദം നേടിക്കൊണ്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെയും കൂടെ ഒന്ന് അടിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷമാകുമ്പോൾ അതിനു മുമ്പ് ഇത് മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ വന്ന് അടിഞ്ഞതും കൂടെ ചേർത്തിട്ടാണ് വീണ്ടും അടുത്ത വർഷം ഇതിന്റെ ഗുരുതരാവസ്ഥ കൂടുന്നത്. ഉണ്ടാകണം. അത് പാരിസ്ഥിതിക അനുവാദം അടക്കം വാങ്ങി വേണം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ മണിയാർ ബാരേജിന്റെ ഷട്ടർ മാറ്റാൻ വേണ്ടി ഒരു കമ്പനി ഏൽപ്പിച്ചത് ദീർഘകാലമായിട്ട് സർക്കാരിന്റെ കാലത്താണ്. അവിടെ പണി കുഴപ്പമാണ്, അവർ കൃത്യമായിട്ട് നീക്കുന്നില്ല, പലതവണ അതിന്റെ അനുമതി നീക്കി വന്നതാണ്. അപ്പൊ അത് മണിയാർ തുറന്നു കിടക്കുകയാണ്. അത് മണിയാർ അടയ്ക്കണമെന്ന് വിചാരിച്ചാലും അടയ്ക്കാൻ പറ്റത്തില്ല. 2.5 കൊല്ലമായിട്ട് ഷട്ടർ ഇല്ല. ഷട്ടർ ഊരി മാറ്റി വെച്ചിരിക്കുകയാണ്. 2.5 കൊല്ലമായി. 2.5 കൊല്ലമായിട്ട് ഈ പറഞ്ഞ കാർബോറാണ്ടും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. 2.5 വർഷമായി. അടയ്ക്കണമെന്ന് വിചാരിച്ചാലും അടയ്ക്കാൻ ഷട്ടറില്ല. ഷട്ടർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വന്നപ്പോൾ വീണ്ടും വിഷയം നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വന്നതിന് ശേഷം 2 ബന്ധപ്പെട്ട മന്ത്രിമാരോടും ഇതിന്റെ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞാൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ബാരേജിന്റെ നിർമ്മാണം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഷട്ടർ പ്രവർത്തിപ്പിക്കാൻ രൂപത്തിലാക്കണം എന്ന് ഇന്നലെ ഇവിടെ വന്ന് ഇത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 2 ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മീറ്റിംഗ് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് അടിയന്തര യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കും. ജില്ലയുടെ ചുമതലയുള്ള ആളെന്ന നിലയിൽ വകുപ്പ് മന്ത്രി അല്ലെങ്കിലും ഞാനും കൂടി അതിൽ പങ്കെടുക്കും. ഞാനും അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കും. ഇനിഷ്യേറ്റീവ് എടുത്ത് അത് പങ്കെടുക്കും. ഈ അവധി പ്രഖ്യാപിക്കില്ല, സ്കൂളിൽ കോളേജിലെ കുട്ടികളുടെ സുരക്ഷയെ കരുതിയാണല്ലോ അവധി പ്രഖ്യാപിക്കുന്നത്. ഈ സമയത്ത് ചില ട്യൂഷൻ സെന്ററുകൾ ആസൂട്ടി കുട്ടികളെ നിർബന്ധിക്കും. ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ ശക്തമായ നടപടിയെടുക്കും. സുരക്ഷയെ കരുതിയിട്ടാണ് അവധി പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ട്യൂഷന് പോവുകയാണെങ്കിൽ ഇവർ പോയാൽ ഈ അപകടം ഉണ്ടാകത്തില്ല. സ്കൂളിൽ പോകുമ്പോൾ മാത്രമല്ലല്ലോ. അപ്പോൾ അത് ട്യൂഷൻ സെന്റർ പ്രവർത്തിച്ചാലാണെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരമുള്ള നടപടി എടുക്കേണ്ടി വരും. വ്യാപാരികൾക്ക് ഭീമമായ നഷ്ടം നേരിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് കണ്ടമാനം സ്റ്റോക്ക് ചെയ്തിട്ട് ആ ഓണത്തിനെ മുൻകണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ഒരുപാട് 18-ലെ സമാനമായ സാഹചര്യമാണ്. അന്നും ഓണത്തിന് മുമ്പ് മാക്സിമം സ്റ്റോക്ക് ആയിരുന്നു. ഇന്നും ഓണത്തിന് മുമ്പാണ് മാക്സിമം സ്റ്റോക്കാണ്. ഒരു
എന്തായാലും പരിഹാരം ഇതിന് കണ്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്ഥാപനങ്ങൾ. തീർച്ചയായും അത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്താം, ക്യാബിനറ്റിൽ സംസാരിക്കാം.